ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ത്രയോവിംശതിതമോധ്യായഃ. ഈ അധ്യായത്തിൽ ഭഗവാൻ വിപ്ര പത്നിമാർക്ക് നൽകുന്ന അനുഗ്രഹമാണ് പറയുന്നത്. ഒരു ദിവസം രാമനും കൃഷ്ണനും ഗോപന്മാരോടൊത്ത് പശുക്കളെ മേയ്ക്കാൻ പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഗോപന്മാർ പറഞ്ഞു, അല്ലയോ രാമകൃഷ്ണ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇവിടെ അടുത്തൊരിടത്ത് ബ്രാഹ്മണർ യാഗം നടത്തുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയി ഞാൻ പറഞ്ഞയച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ എത്തുന്നു. എന്നിട്ട് ബ്രാഹ്മണരോട് കൃഷ്ണരാമന്മാർക്ക് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ കേട്ട ഭാവം പോലും വച്ചില്ല. ഗോപന്മാർക്ക് പ്രയാസമായി. അവർ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് ചെന്ന് ഭക്ഷണം ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഗോപന്മാർ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്തെത്തുന്നു. കൃഷ്ണൻ പറഞ്ഞയച്ചതാണെന്ന് പറയുന്നു. കൃഷ്ണരാമന്മാരുടെ പേര് കേട്ടതും അവർ വെപ്രാളം പിടിച്ച് എല്ലാ ഭക്ഷണങ്ങളും എടുത്ത് ഓടി കൃഷ്ണൻ്റെ അടുത്തെത്തുന്നു. അവരുടെ ഭർത്താക്കന്മാർ തടുത്തിട്ടും അവർ അതൊന്നും വകവയ്ക്കാതെ ഭക്ഷണവും എടുത്ത് ഓടിയെത്തുന്നു. ഭഗവാൻ അവരെ സ്വീകരിക്കുന്നു. ആ ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടത്. നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ഗോപാഊചുഃ രാമ രാമ മഹാവീര്യ കൃഷ്ണദുഷ്ടനിബർഹണ ഏഷാ വൈ ബാധതേ ശുത്നാ തച്ഛാന്തിം കർത്തൃം അർഹതഃ. പദച്ഛേദം. രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിബർഹണ ഏഷാ വൈ ബാധതേ ക്ഷുത് നഃ. ക്ഷുത് നഃ ക്ഷുന്നഃ ക്ഷുത് നഃ തച്ഛാന്തിം കർത്തൃം അർഹതഃ. അപ്പോൾ ഗോപന്മാർ കൃഷ്ണനോടും രാമനോടും വിളിച്ച് പറയുകയാണ്, രാമ രാമ ഹേ രാമ, മഹാവീര്യ മഹാവീര്യമുള്ളവനെ, കൃഷ്ണ ഹേ കൃഷ്ണ, ദുഷ്ടനിബർഹണ ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നവനെ, ദുഷ്ടന്മാരെ ഹരിക്കുന്നവനെ, യേശാശുദ്ധ് ഈ വിശപ്പ്, നഹ ഞങ്ങളെ ബാധിക്കും, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുകയാണ്, തത്ശാന്തി അതിൻ്റെ ശാന്തിയെ കർത്തൃം ചെയ്യാനായിക്കൊണ്ട് അർഹത നിങ്ങൾ രണ്ടുപേരും അർഹിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു, അപ്പം നിങ്ങൾ രണ്ടുപേരും എന്തു ചെയ്യണം? ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരണം. വിശപ്പ് മാറ്റാൻ എന്താണ് വഴി? ഗോപാഊചു രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിബർഹണ യേഷാ വൈ ബാധതേ ശുത്ന തശാന്തിം കർത്തൃം അർഹത. ശ്ലോകം 2. ശ്രീശുക ഉവാചാം ഇതി വിജ്ഞാപിതോ ഗോപൈർ ഭഗവാൻ ദേവകീസുത ഭക്തായ വിപ്രഭാര്യായ പ്രസീദൻ ഇദം അബ്രവീത്. ഇതി വിജ്ഞാപിതഃ ഗോപൈഃ ഭഗവാൻ ദേവകീസുതഃ ഭക്തായ വിപ്രഭാര്യായാः പ്രസീദൻ ഇദം അബ്രവീത്. ഇതി ഇപ്രകാരം ഗോപൈഃ ഗോപന്മാരാൽ വിജ്ഞാപിത അറിയിക്കപ്പെട്ട, ഗോപന്മാർ പറഞ്ഞതനുസരിച്ച് ഭഗവാൻ ഐശ്വര്യപൂർണനായ ദേവകീസുത ദേവകീപുത്രൻ കൃഷ്ണൻ ഭക്തയായ വിപ്രഭാര്യമാരുടെ നേരെ, അതായത് ബ്രാഹ്മണ ഭക്തിമാരുടെ നേരെ പ്രസാദിച്ചവനായിട്ട് ഇതിനെ അബ്രവീത് പറഞ്ഞു. അപ്പോൾ ഗോപന്മാർ ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ
ഭഗവാൻ എന്ത് ചെയ്തു? ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കുന്നതിന് നിശ്ചയിച്ചുകൊണ്ട് ഗോപന്മാരോട് ഇങ്ങനെ പറഞ്ഞു. ഇതി വിജ്ഞാപിതോ ഗോപൈർ ഭഗവാൻ ദേവകീസുതഃ ഭക്തായ വിപ്രഭാര്യായ പ്രസീദന്നിതം അബ്രവീത്. ശ്ലോകം 3. പ്രയാതദേവയജനം ബ്രാഹ്മണ ബ്രഹ്മവാദിനഃ സത്രമാംഗിരസം നാമ ആസദേ സ്വർഗകാമ്യയാം. പ്രയാത ദേവയജനം ബ്രാഹ്മണ ബ്രഹ്മവാദിനഃ ബ്രാഹ്മണാഃ ബ്രഹ്മവാദിനഃ സത്രം അംഗിരസം നാമ ആസദേ സ്വർഗ കാമ്യയാ. ബ്രഹ്മവാദിനഃ വേദം ചൊല്ലുന്ന ബ്രാഹ്മണർ സ്വർഗകാമ്യയ സ്വർഗം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആംഗിരസം എന്നു പേരായ സത്രം ഒരു യാഗത്തെ ആസദേ അനുഷ്ഠിക്കുകയാണ്. ദേവയജനം ആ യജ്ഞവാടത്തെ പ്രയാത പ്രാപിക്കുവിൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ഗോപന്മാരെ, ഇവിടെ അടുത്ത് തന്നെ ഒരിടത്ത് ആംഗിരസം എന്ന് പറയുന്ന ഒരു സത്രം കുറെ ബ്രാഹ്മണർ നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? യാഗശാലയിലേക്ക് ചെല്ലുക, അവിടെ ചെന്ന് ഭക്ഷണം യാചിച്ചാൽ മതി. അപ്പം ഇവിടെ ബ്രഹ്മവാദികൾ എന്നത് വേദം ചൊല്ലുന്നവർ മാത്രമാണ്, അവർ അർത്ഥം അറിഞ്ഞവരല്ല. അതുകൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത് നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് കാര്യം പറയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. പിന്നെ അവർ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പം യഥാർത്ഥ ഭക്തൻ ഭഗവാനോട് ഒന്നും യാചിക്കുകയില്ല. ഇതവർക്ക് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ്, ഒരു ഫലം കാംക്ഷിച്ചുകൊണ്ടാണ് യാഗം ഇവർ നടത്തുന്നത്. അപ്പോൾ ഇവർ കച്ചവടക്കാരെ പോലെയാണ്. കച്ചവടക്കാർ ഒന്ന് കൊടുത്ത് പൈസ വാങ്ങിക്കും. അതുപോലെ ഇവരെന്ത് ചെയ്യുന്നു? ഈ വേദം ചൊല്ലിയിട്ട് ഇവർക്ക് വേണ്ടിയാണ് അവർ നടത്തുന്നത്, സ്വർഗകാമ്യയാണ്. അപ്പോൾ ഫലം കാംക്ഷിക്കാതെ കർമ്മണാവ അധികാരസ്ഥെ മാ ഫലേഷു കഥാചന എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ കർമ്മം ചെയ്യുക, പക്ഷെ ഫലം ആഗ്രഹിക്കരുത്. ഇവിടെ ഫലം കാംക്ഷിച്ചുകൊണ്ടാണ് ഇവര് ഈ സത്രം നടത്തുന്നത്. അപ്പോൾ ഫലം കാംക്ഷിച്ച് നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്ക് അതിന് വേണ്ടത്ര ഫലം കിട്ടുകയില്ല. അപ്പോൾ ഫലം കാംക്ഷിക്കാതെ വേണം എല്ലാ പ്രവൃത്തികളും ചെയ്യേണ്ടത് എന്നുകൂടെ ഇതിൽ നിന്നും മനസ്സിലാക്കാം. പ്രയാതദേവയജനം ബ്രാഹ്മണ ബ്രഹ്മവാദിനഃ സത്രമാംഗിരസം നാമ ആസദേ സ്വർഗകാമ്യയാം. ശ്ലോകം 4. തത്ര ഗത്വൗദനം ഗോപാ യാജത അസ്മദ് വിസർജിതാഃ കീർത്തയന്തോ ഭഗവത ആര്യസ്സ മമ ചാഭിതം. തത്ര ഗത്വ ഓദനം, ഔദനം എന്ന് കിടപ്പുണ്ടല്ലോ, ഓദനം എന്നാണ്. ഗത്വ ഓദനം ഗോപ യാജത അസ്മത് വിസർജിതാഃ കീർത്തയന്തഃ ഭഗവത ആര്യസ്യ മമ ചാഭിധാം. ഗോപന്മാരെ തത്ര അവിടെ ഗത്വ ചെന്നിട്ട് അസ്മത് വിസർജിത ഞങ്ങളാൽ അയക്കപ്പെട്ടവരായിട്ട് ഭഗവത ഭഗവാനായിരിക്കുന്ന ആര്യസ്യ ജ്യേഷ്ഠൻ്റെയും, ആര്യൻ എന്ന് പറഞ്ഞ ഇവിടെ ബലരാമൻ്റെയും, മമച എൻ്റെയും അഭിധാം നാമധേയത്തെ കീർത്തയന്ത കീർത്തിക്കുന്നവരായി ഓദനം ഭക്ഷണത്തെ യാചിക്കുവിൻ. അപ്പം നിങ്ങൾ അവിടെ ചെന്ന് ബ്രാഹ്മണരോട് പറയണം, കൃഷ്ണരാമന്മാർക്ക് വേണ്ടി ഭക്ഷണം തരണം, ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മതി, അവർ ഭക്ഷണം തരും എന്ന് പറഞ്ഞയക്കുകയാണ്. തത്ര ഗത്വൗദനം ഗോപാ യാജതാസ്മദ് വിസർജിതാഃ കീർത്തയന്തോ ഭഗവത ആര്യസ്യ മമ ചാഭിതാം. ശ്ലോകം 5.
ഇത്യാദിഷ്ട ഭഗവത ഗത്വാ അയാചന്ത തേ തഥാ കൃതാഞ്ജലിപുടാ വിപ്രാൻ ദണ്ഡവത്പതിതാ ഭുവി. ഇതി ആദിഷ്ട, അതാണ് ഇത്യാദിഷ്ട ഭഗവത ഗത്വാ അയാചന്ത ഗത്വാ അയാചന്ത തേ തഥാ കൃതാഞ്ജലിപുടാ വിപ്രാൻ ദണ്ഡവത് പതിതാ ഭുവി. ഇത് ഇപ്രകാരം ഭഗവത ഭഗവാനാൽ ആദിഷ്ടാഹ പറയപ്പെട്ട തേ അവർ ഗത്വ അവിടെ ചെന്നിട്ട്, ഗത്വം ചെന്നിട്ട് കൃതാഞ്ജലിപുട കൈകൾ കൂപ്പിക്കൊണ്ട്, ഇപ്പം ബ്രാഹ്മണരാണല്ലോ, ഇപ്പം യാഗശാലയിലാണല്ലോ, അതുകൊണ്ട് ഗോപന്മാർ അതിൻ്റെ രീതിയിൽ തന്നെ കൈകൾ കൂപ്പിയിട്ട് ഭൂമിയിൽ ദണ്ഡം പോലെ, അതായത് ദണ്ഡ നമസ്കാരം, ഭൂമിയിൽ വീണ് കിടന്ന് നമസ്കാരം ചെയ്ത് യാചിച്ചു. ദണ്ഡം പോലെ പതിതാഹ വീണവരായിട്ട് വിപ്രാൻ ബ്രാഹ്മണരോട് തഥാ അപ്രകാരം അയാചന്ത യാചിച്ചു. അവര് കൃഷ്ണൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവിടെ ഭൂമിയിൽ കിടന്ന് ദണ്ഡ നമസ്കാരം ചെയ്ത് യാചിക്കുകയാണ്. ഇത്യാദിഷ്ട ഭഗവത ഗത്വായാചന്ത തേ തഥാ കൃതാഞ്ജലിപുടാ വിപ്രാൻ ദണ്ഡവത്പതിതാ ഭുവി. ശ്ലോകമാറും. ഹേ ഭൂമിദേവാ ശൃണുത കൃഷ്ണസ്യാദേശകാരിണഃ പ്രാപ്താൻ ജാനീത ഭദ്രം വോ ഗോപാന്നോ രാമചോദിതാൻ. ഹേ ഭൂമിദേവാ ശൃണുത കൃഷ്ണസ്യ ആദേശകാരിണഃ പ്രാപ്താൻ ജാനീത ഭദ്രം വഹ. ഗോപാൻ നഹ രാമചോദിതാൻ. ഹേ ഭൂമിദേവ, അവര് ബ്രാഹ്മണരെ വിളിക്കുകയാണ്. ബ്രാഹ്മണരെ ഭൂമിയിലെ ദേവന്മാരായിട്ടാണ് വച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഭൂമിദേവ എന്നാണ് വിളിച്ചത്. അല്ലെ ബ്രാഹ്മണരെ ശൃണുത കേൾക്കുവിൻ, വഹ നിങ്ങൾക്ക് ഭദ്രം മംഗളം ഭവിക്കട്ടെ. കൃഷ്ണന്റെ ആദേശകാരിണ കൽപ്പന കേൾക്കുന്നവരും രാമചോദിതാൻ ബലരാമനാൽ അയക്കപ്പെട്ടവരുമായിട്ട് പ്രാപ്താൻ ഇവിടെ വന്നിരിക്കുന്ന നഖ ഞങ്ങളെ ഗോപന്മാരെന്ന് ജാനീത അറിവിൻ. ഹേ ബ്രാഹ്മണരെ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. കൃഷ്ണന്റെയും ബലരാമന്റെയും കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന ഗോപന്മാരാണ് ഞങ്ങൾ. കൃഷ്ണന്റെയും രാമന്റെയും കൽപ്പന അനുസരിച്ച് ഇവിടെ വന്ന ഗോപന്മാരാണ് ഞങ്ങൾ. ഹേ ഭൂമിദേവാ ശൃണുത കൃഷ്ണസ്യാദേശകാരിണഃ പ്രാപ്താൻ ജാനീത ഭദ്രം വോ ഗോപാന്നോ രാമചോദിതാൻ. ശ്ലോകം 7. അവിദൂരവോദനം രാമാച്യുതൗ വോ ലക്ഷതോ ബുഭുക്ഷിതൗ തയോർദിജാവോദനമർദ്ധിനോ യദി ശ്രദ്ധാചവോ യച്ഛത ധർമ്മവിത്തമാഃ. ഗാഹ ചാരയന്തൗ അവിദൂര എന്നാണ്. അപ്പൊ ചാരയന്തൗ പ്ലസ് അവിദൂര, അതാണ് ചാരയന്താവിദൂര ഓദനം. രാമ അച്യുതൗ ബഹ ലഷതോ ബുഭുക്ഷിതൗ തയോഹോ ദിജാ ഓദനം അർത്ഥിനോഹോ യദി ശ്രദ്ധാ ച വഹ യച്ഛത ധർമ്മവിത്തമാഃ. ഗാഹ പശുക്കളെ ചാരയന്തോ മേയ്ക്കുന്നവരായി അവിദൂരെ സമീപത്തിൽ ഉള്ളവരായി. ഞങ്ങൾ പശുക്കളെ മേയിച്ചുകൊണ്ട് സമീപത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബുഭിക്ഷിതവും ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്നവരായി. അപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് വന്നവരാണ്. രാമാച്യുതവും രാമനും കൃഷ്ണനും വഹ നിങ്ങളിൽ നിന്ന് ഓദനം അന്നം ലക്ഷത ആഗ്രഹിക്കുന്നു.
ഇപ്പം രാമനും കൃഷ്ണനും അടുത്ത് തന്നെ പശുക്കളെ മേയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം വേണം. അപ്പം നിങ്ങൾ ഭക്ഷണം തരണം. ധർമ്മവിത്തമ, ധർമ്മത്തെ അറിയുന്ന ദ്വിജാഹ, ദ്വിജന്മാരെ, ബ്രാഹ്മണരെ, വഹ, നിങ്ങൾക്ക് അർത്ഥിനോഹോ, യാചകന്മാരായ തയോഹോ, അവരെക്കുറിച്ച് ശ്രദ്ധായതി, ശ്രദ്ധയുണ്ടെങ്കിൽ ഓദനം, അന്നം, യച്ഛത, തരുവിൻ. അപ്പം ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത് രാമകൃഷ്ണന്മാരാണ്. അപ്പം ഞങ്ങൾക്ക് വിശപ്പുണ്ട്. അപ്പോൾ വിശക്കുന്നവന് അന്നം കൊടുക്കുന്നത് ധർമ്മമാണെന്ന് നന്നായി അറിയുന്ന ബ്രാഹ്മണരാണ് നിങ്ങൾ. അതുകൊണ്ട് ഭക്ഷണാർത്ഥികളായിരിക്കുന്ന രാമനും കൃഷ്ണനും ഞങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധയും ഭക്ഷണ പദാർത്ഥവും ഉള്ള പക്ഷം അവർക്കായിട്ട് കുറേ ഭക്ഷണം തരിക എന്ന് പറയുന്നു. ശ്ലോകം ഒന്നുകൂടെ. ഗാചാരയന്താ വിദൂരവോദനം രാമാച്യുതൗ വോ ലഷതോ ബുഭുഷിതൗ തയോർദിജാവോദനമർദ്ധിനോ യതി ശ്രദ്ധാചവോ യച്ഛത ധർമ്മവിത്തമാഃ. ശ്ലോകം 8. ദീക്ഷായ പശു സംസ്ഥായ സൗത്രാമണ്യാശ്ച സത്തമ അന്യത്ര ദീക്ഷിതസ്യാപി നാന്നമസ്നൻ ഹി ദുഷ്യതേ. പദച്ഛേദം. ദീക്ഷായാഃ പശു സംസ്ഥായാഃ സൗത്രാമണ്യാശ്ച, സൗത്രാമണ്യാഃ ച, അതാണ് സൗത്രാമണ്യാശ്ച എന്ന് പറയുന്നത്. മണ്യാഃ ച സത്തമാഃ അന്യത്ര ദീക്ഷിതസ്യ അപി ന അന്നം അസ്നൻ ഹി ദുഷ്യതി. സത്തമ, ഹേ പൂജ്യന്മാരെ, ബ്രാഹ്മണരെ, ദീക്ഷായ, ദീക്ഷയോടുകൂടി പശു സംസ്ഥായ, പശുഹിംസയുടെയും സൗത്രാമണ്യ, സൗത്രാമണിയുടെയും, അതായത് ഇതൊക്കെ ആ യാഗത്തിൽ നടത്തുന്ന കർമ്മങ്ങളാണ്. പശു സംസ്ഥായ എന്ന് പറയുന്നതും സൗത്രാമണി എന്ന് പറയുന്നതും ആ യാഗത്തിൽ ചെയ്യുന്ന കർമ്മമാണ്. അപ്പോൾ അത് ഈ ദീക്ഷയിൽ അഗ്നിഷ്ഠോമീയ പശ്വാലംബനം എന്ന് പറയും, അങ്ങനത്തെ ഒരു കർമ്മം. അപ്പം അത് കഴിഞ്ഞാൽ അന്നം ഭുജിക്കുന്നതിന് ദോഷമില്ല. യാഗം തുടങ്ങുമ്പോൾ ഉടനെ അന്നം ഭക്ഷിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവർ ഈ രണ്ട് കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ പശുഹിംസയും അതുപോലെ സൗത്രാമണി എന്ന കർമ്മവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അന്യത്ര, അത് ഒഴിച്ച് ദീക്ഷിതസ്യാപി, ദീക്ഷിതൻ്റെ അന്നം, ഭക്ഷണം, അസ്നൻ, ഭക്ഷിക്കുന്നവനായിട്ട് നഹി ദുഷ്യതി, അതിന് ഒരു കുഴപ്പവുമില്ല, ദോഷമൊന്നും ഇല്ല. അപ്പം നിങ്ങൾ ഈ രണ്ട് കർമ്മങ്ങളും ഈ യാഗത്തിൽ കഴിഞ്ഞു. ദീക്ഷയും, അതായത് പശു സംസ്ഥ എന്നുള്ള കർമ്മവും സൗത്രാമണി എന്ന കർമ്മവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഭക്ഷണം കൊടുക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല. ദീക്ഷായ പശു സംസ്ഥായ സൗത്രാമണ്യാശ്ച സത്തമ അന്യത്ര ദീക്ഷിതസ്യാപി നാന്നമസ്നം ഹി ദുഷ്യതി. ശ്ലോകം 9. ഇതി തേ ഭഗവത്യാജ്ഞാം ശൃണ്വന്തോപി ന ശുശ്രുവോ ശുദ്രാശ ഭൂരി കർമാണോ ബാലിശ വൃദ്ധമാനിനാഃ. ഇതി തേ ഭഗവത്യാജ്ഞാം ശൃണ്വന്തഃ അപി ന ശുശ്രുവുഃ ക്ഷുദ്ര ആശ ഭൂരികർമാണഃ ബാലിശ വൃദ്ധമാനിനഃ. ഇത് ഇപ്രകാരം ഭഗവത്യയാജ്ഞാം, ഭഗവാന്റെ യാചനയെ ശൃണ്വന്ത അപി, കേൾക്കുന്നവരായിരുന്നുവെങ്കിലും, ഭഗവാനാണ് യാചിച്ചതെന്ന് പറഞ്ഞത്, അത് അവർ കേട്ടെങ്കിലും ക്ഷുദ്രാശയ, തുച്ഛമായ വിഷയത്തിൽ ആഗ്രഹത്തോട് കൂടിയവരും ഭൂരികർമ്മണഃ, ബഹുക്ലേശമുള്ള കർമ്മം അനുഷ്ഠിക്കുന്നവരും ബാലിശാഹ, ജ്ഞാനമില്ലാത്തവരും. അവർ വലിയ കർമ്മമാണ്, ആംഗിരസ് എന്ന യാഗമാണ് നടത്തുന്നത്. പക്ഷെ വലിയ കർമ്മം നടത്തിയിട്ടും അവർ ബാലിശാഹ, ജ്ഞാനമില്ലാത്തവരായിപ്പോയി. അവർക്ക് അറിവില്ല. കാരണം ഭഗവാനാണ് ഇവരെ മുമ്പ് വന്ന് യാചിക്കാൻ പറഞ്ഞയച്ചിരിക്കുന്നത്.
വൃദ്ധമാനിന അറിവുള്ളവരെന്ന് അഭിമാനിക്കുന്നവരായ, അവർക്ക് അറിവുണ്ടെന്ന്, ബ്രാഹ്മണരാണ്, വേദങ്ങൾ പഠിച്ചവരാണെന്ന് അഭിമാനിക്കുന്നവരായ തേ അവർ നശുശ്രുവ, അവർ ഇവർ പറഞ്ഞത് കേട്ട ഭാവം നടിച്ചില്ല. മിണ്ടാതെ ഇരുന്ന് ഒന്നും തിരിച്ചു പറയാതെ അവർ യാഗം ചെയ്തുകൊണ്ടിരുന്നു. ഇതിതേ ഭഗവത്യാജ്ഞാം ശൃണ്വന്തോപിന ശുശ്രൂഹു ക്ഷുദ്രാശ പൂരി കർമാണോ ബാലിശാവൃത്തമാനിനഃ. ശ്ലോകം 10. ദേശകാലപ്രതദ്രവ്യം മന്ത്രതന്ത്ര ഋദ്ധിജോഗ്നയ ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയഃ. ദേശക കാലഃ പൃഥക് ദ്രവ്യം മന്ത്രതന്ത്ര ഋദ്ധിജഃ ഋദ്ധിജ മന്ത്രതന്ത്ര ഋദ്ധിജഃ അഗ്നയഃ ദേവതാ യജമാനശ്ച ക്രതുഃ ധർമ്മശ്ച ധർമ്മഃ ച യന്മയഃ. ദേശം കാലം പൃഥക് ദ്രവ്യം ബഹുവിധ പദാർത്ഥങ്ങൾ, അതായത് ഈ യാഗത്തിനുള്ള ബഹുവിധ പദാർത്ഥങ്ങൾ. പിന്നെ മന്ത്ര തന്ത്ര ഋദ്ധിജോ അഗ്നയ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, ഋദ്ധികുകൾ, അഗ്നികൾ. ദേവത ഇഷ്ടദൈവം, യജമാനഹ യജമാനൻ. അപ്പോൾ ഇങ്ങനെ ഒരു ദേവനെ ഉദ്ദേശിച്ചാണല്ലോ അവർ കർമ്മം ചെയ്യുന്നത്. അതായത് ഭഗവാൻ വിഷ്ണുവിനെ ഉദ്ദേശിച്ചാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഏത് ദേവനെ ഉദ്ദേശിച്ച് കർമ്മം നടത്തുന്നുവോ ആ ദേവൻ, ആർ ആവിധ കർമ്മം ദീക്ഷിച്ചിരിക്കുന്നുവോ ആ യജമാനൻ, യജമാനൻ, ക്രതുഹു യാഗം, ധർമ്മച ധർമ്മം, യന്മയഃ അത് ഏതൊരു പുരുഷോത്തമൻ്റെ രൂപമാണോ ആ രൂപമാണ് ഇവരോട് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാം ഭഗവാൻ തന്നെയാണ്. ദേശം കാലം, ഇതിനുപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ, മന്ത്രം, തന്ത്രം, അഗ്നികൾ, ഇതെല്ലാം ഇവരുപയോഗിച്ചിരിക്കുന്നതെല്ലാം യാതൊരു ഭഗവാനാണോ ആ ഭഗവാനാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. പക്ഷെ അവർ അത് ചെവിക്കൊണ്ടില്ല. ദേശകാല പൃഥഗ്ദ്രവ്യം മന്ത്രതന്ത്ര ഋദ്ധിജോഗ്നയ ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയഃ. ശ്ലോകം 11. തം ബ്രഹ്മ പരമം സാക്ഷാത് ഭഗവന്തമതോക്ഷജം മനുഷ്യദൃഷ്ട്യാ ദുഷ്പ്രജ്ഞാ മർത്യാത്മനോ ന മേനിരേ. തം ബ്രഹ്മ പരമം സാക്ഷാത് ഭഗവന്തം അധോക്ഷജം മനുഷ്യദൃഷ്ട്യാ ദുഷ്പ്രജ്ഞ മർത്യാത്മനോ ന മേനിരേ. അധോക്ഷജം ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാതെയും സാക്ഷാത്തുമായിരിക്കുന്ന ഭഗവന്തം, ഭഗവാനായ തം പരമം ബ്രഹ്മം, ആ പരബ്രഹ്മസ്വരൂപനെ. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാതെ സാക്ഷാത്തായിരിക്കുന്ന ആ ഭഗവാനെ, ആ പരബ്രഹ്മമായ ആ ബ്രഹ്മസ്വരൂപനെ ദുഷ്പ്രജ്ഞ ബുദ്ധിഹീനന്മാരും മർത്യാത്മന മനുഷ്യദേഹത്തെ ആത്മാവെന്ന് അഭിമാനിക്കുന്നവരുമായ അവർ മനുഷ്യദേഹത്തെയാണ് ആത്മാവെന്ന് അഭിമാനിക്കുന്നത്. അങ്ങനെയുള്ളവർ മനുഷ്യദൃഷ്ട്യ മനുഷ്യൻ എന്നുള്ള വിചാരത്താൽ മേനിരെ കൂട്ടാക്കിയില്ല. അപ്പോൾ കൃഷ്ണൻ മനുഷ്യനാണ്. കൃഷ്ണനെ അവർ പരബ്രഹ്മമായിട്ട് മനസ്സിലാക്കാതെ അവർ ഒന്നും മിണ്ടിയില്ല. ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഏകൻ തന്നെയാണ്. ആ പരബ്രഹ്മൻ തന്നെയാണ് ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ള ഭാവനയ്ക്ക് വിധേയമായിരിക്കുന്ന ഈ ദേഹം. ആത്മാവെന്ന് പറയുന്നത് ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനും ഒന്നുമല്ല. ആ വിചാരം ഇവർക്ക് ഇല്ല. അപ്പോൾ ഗോപന്മാരാൽ കീർത്തിക്കപ്പെട്ട ആ പരബ്രഹ്മസ്വരൂപനായ കൃഷ്ണൻ എല്ലാ മനുഷ്യരെ പോലെ ഒരു മനുഷ്യനാണ് എന്നാണ് അവർ വിചാരിച്ചത്. അതിനാൽ എന്ത് ചെയ്തു? കൃഷ്ണൻ്റെ പേര് പറഞ്ഞിട്ടും അവർ മിണ്ടാതെ തന്നെ ഇരുന്നു. തം ബ്രഹ്മ പരമം സാക്ഷാത് ഭഗവന്തമതോക്ഷജം
മനുഷ്യദൃഷ്ട്യാ ദുഷ്പ്രജ്ഞ മർത്യാത്മനോ നമേനിരേ. ശ്ലോകം 12. നതേ യദോം ഇതി പ്രോജുർ നേതി ച പരന്തപ ഗോപാ നിരാശാ പ്രത്യേത്യാം തഥോജു കൃഷ്ണരാമയോഹോ. ന തേ യത് ഓം ഇതി, അതാണ് യദോമിതി, യത് ഓം ഇതി പ്രോജുഹു ന ഇതി ച പരന്തപ ഗോപാഹ നിരാശാഹ പ്രത്യേത്യ തഥ ഊചുഹു കൃഷ്ണ രാമയോഹോ. തേ അവർ ഓം ഇതി അങ്ങനെ ആവട്ടെ എന്നോ, ന ഇതി ഇല്ലെന്നോ, തരുമെന്നോ തരൂല്ല എന്നോ, ഓം ഇതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന് അവരങ്ങനെ പറഞ്ഞില്ല. ന ഇതി തരൂല്ല എന്നും പറഞ്ഞില്ല. പരന്തപഹേ പരന്തപനായുള്ളവനെ, മറ്റുള്ളവരെ തപിപ്പിക്കുന്നവനെ. ന പ്രോജു അവർ ഒന്നും പറഞ്ഞില്ല. ഗോപാഹ ഗോപന്മാർ നിരാശയോടുകൂടി പ്രത്യേത്യ മടങ്ങി വന്നിട്ട് കൃഷ്ണരാമയോഹോ കൃഷ്ണനോടും രാമനോടും തഥ അപ്രകാരം ഊചു അവർ ഒന്നും മിണ്ടിയില്ല. കാര്യങ്ങൾ നടന്നത് അതുപോലെ രാമനോടും കൃഷ്ണനോടും പറഞ്ഞു. ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും അവര് ഒരക്ഷരം മിണ്ടിയില്ല. തരാമെന്നോ തരൂല്ല എന്നോ മിണ്ടിയില്ല. ഞങ്ങൾ പറഞ്ഞത് കേട്ട ഭാവം പോലും അവർ നടിച്ചില്ല. നതേയതോമിതി പ്രോജോർ നേതി ച പരന്തപ ഗോപാ നിരാശ പ്രത്യേത്യ തഥോജു കൃഷ്ണരാമയോഹോ. ശ്ലോകം 13. തതുപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗദീശ്വരഃ വ്യാജഹാര പുനർഗോപാൻ ദർശയൻ ലൗകികീം ഗതിം. തത് ഉപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗദീശ്വരഃ വ്യാജഹാര പുനഃ ഗോപാൻ ദർശയൻ ലൗകികീം ഗതിം. ജഗദീശ്വരഃ ലോകങ്ങളുടെ നാഥനായിരിക്കുന്ന ഭഗവാൻ, അനന്തമായ ഐശ്വര്യങ്ങളുടെ ആ നാഥൻ, അതിനെ ഉപാകർണ്യ കേട്ടിട്ട്, ഗോപന്മാർ പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്തു? പ്രഹസ്യ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ അങ്ങനെയാണല്ലോ, എന്ത് വന്നാലും ഒരു പുഞ്ചിരിയാണ് അല്ലേ? അപ്പോൾ കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് ലൗകികയും ലോകത്തിനെ സംബന്ധിച്ച ഗതി മര്യാദയെ ദർശയൻ കാട്ടിക്കൊടുത്തുകൊണ്ട് പുനഃ പിന്നെ ഗോപന്മാരോട് വ്യാജഹാര പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയാണ്, ഇത് ലോകത്തിൽ നടക്കുന്നതൊക്കെ തന്നെ, നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പൊ ലോകത്തിൽ യാചിക്കാൻ ചെല്ലുന്ന ഒരുവന് അപമാനം വരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് കാര്യം സാധിക്കണം, ഭക്ഷണം വേണം, കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം? യാചിക്കണം. പുരുഷന്മാരോട് ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്ത്രീകളോട് ചോദിച്ചു നോക്കണം, അപ്പോൾ ചിലപ്പം കിട്ടും. അതാണ് ലോകരീതി. നമുക്ക് ആവശ്യം നമ്മളുടേതാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ചോദിക്കണം. അവിടെ നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല. തതുപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗദീശ്വരഃ വ്യാജഹാര പുനർഗോപാൻ ദർശയൻ ലൗകികീം ഗതിം. ശ്ലോകം 14. മാം ജ്ഞാപയത പത്നീഭ്യ സസംഘർഷണമാഗതം ദാസ്യന്തി കാമം അന്നം വാ സ്നിഗ്ധ മയൂഷിതാ ധിയാം. മാം ജ്ഞാപയത പത്നീഭ്യഃ സസംഘർഷണം ആഗതം ദാസ്യന്തി കാമം അന്നം വഹ സ്നിഗ്ധ മയൂഷിതാ ധിയാ. മയി ഉഷിത ധിയ. സസംഘർഷണം ബലരാമസഹിതനായിട്ട് ആഗത വന്നിരിക്കുന്ന മാം എന്നെ പത്നീഭ്യ ബ്രാഹ്മണ പത്നിമാർക്ക് ആയിക്കൊണ്ട് ജ്ഞാപയത നിങ്ങൾ അറിയിക്കുവിൻ. അപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ബ്രാഹ്മണ പത്നിമാരോട് ചെന്ന് എൻ്റെ പേര് പറയുക.
ബുദ്ധി കൊണ്ട് മൈ എന്നിൽ ഉഷിത വസിക്കുന്നവരും സ്നിഗ്ധാഹ സ്നേഹമുള്ളവരുമായ അവർ വഹ നിങ്ങൾക്ക് കാമം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അന്നം ഭക്ഷണം ദാസ്യന്തി നൽകും. അപ്പോൾ നിങ്ങൾ ആ ബ്രാഹ്മണ പത്നിമാരോട് അപേക്ഷിക്കുക. അവരാണെങ്കിലോ എന്നിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അവർക്ക് ഭഗവാനിൽ പരമപ്രേമ ഭക്തിയുണ്ട്. എന്നാൽ ബ്രാഹ്മണർക്ക് അതില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവരോട് യാചിക്കുക. അവർ എന്തായാലും നിങ്ങൾക്ക് ഭക്ഷണം തരും. മഹം ജ്ഞാപയത പത്നേഭ്യ സസംഘർഷണമാഗതം ദാസ്യന്തി കാമമന്നം വാ സ്നിഗ്ധാമയൂഷിതാധിയാം. ശ്ലോകം 15. ഗത്വാദ പത്നീശാലായാം ദൃഷ്ട്വാസീനസ്വലംകൃതാഃ നത്വാജിതസദീർ ദിജസദീർ ഗോപാ പ്രശ്രിതായിതം അബ്രുവൻ. ഗത്വാ അഥ പത്നിശാലായാം ദൃഷ്ട്വാ ആസീനാഃ സ്വ അലങ്കൃതാഃ നത്വാ ദിജസദീഹി ഗോപാഃ പ്രശ്രിത ഇതം അബ്രുവൻ. അഥ അനന്തരം പത്നിശാലായാം പത്നിമാർ ബ്രാഹ്മണ പത്നിമാരിരിക്കുന്ന ശാലയിൽ ഗത്വ ഗമിച്ചിട്ട്, അപ്പം ഭഗവാന്റെ വാക്ക് കേട്ട ഉടനെ ഗോപന്മാർ എന്ത് ചെയ്തു? വിപ്രപത്നിമാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് സ്വലങ്കൃത നല്ലവണ്ണം അലങ്കരിച്ചുകൊണ്ട്, അപ്പോൾ അവർ നല്ലവണ്ണം അലങ്കരിച്ചാണ് ഇരിക്കുന്നത്. നല്ല വസ്ത്രാഭരണം പൂമാലയൊക്കെ ധരിച്ച് നല്ല മനസ്സന്തോഷത്തോടെ ഇരിക്കുന്നവരായ ആസീന സുഖമായിരിക്കുന്ന ദിജസദീഹി ബ്രാഹ്മണ പത്നികളെ ദൃഷ്ടുവ കണ്ടിട്ട് നത്വ അവരെ ചെന്ന് നമസ്കരിച്ചിട്ട് പ്രശ്രിത വിനയയുക്തമായ വളരെ വിനയത്തോടുകൂടി ഗോപാഹ ഗോപന്മാർ ഇതിനെ അബ്രുവൻ പറഞ്ഞു. അപ്പോൾ അവർ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് യാഗശാലയിൽ ബ്രാഹ്മണ പത്നിമാർ നല്ല ഒരുങ്ങി ഒക്കെ ഇരിക്കുകയാണ്. അവരെ ചെന്ന് നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. ഗത്വാദ പത്നിശാലായാം ദൃഷ്ട്വാസീനാ സ്വലങ്കൃതാഃ നത്വാദിജസദീർ ഗോപ പ്രശ്രിതായിതം അബ്രുവൻ. ശ്ലോകം 16. നമോ വോ വിപ്രപത്നീഭ്യോ നിബോധ വചാംസിനഃ ഇതോ വിദൂരേ ചരത കൃഷ്ണേനായിഹേഷിതാ വയം. നമഃ വഹ വിപ്രപത്നീഭ്യഃ നിബോധത വചാംസി നഃ ഇതഃ അവിദൂരേ ചരത കൃഷ്ണേന ഇഹ ഈഷിത കൃഷ്ണേനേഹേഷിത കൃഷ്ണേന ഇഹ ഈഷിത വയം. വിപ്രപത്നീഭ്യ ബ്രാഹ്മണ ഭാര്യമാരായ വഹ നിങ്ങൾക്ക് നമഃ നമസ്കാരം. ഗോപന്മാർ ചെന്ന് അവരോട് പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ പത്നിമാരെ നിങ്ങൾക്ക് നമസ്കാരം. നഹ ഞങ്ങളുടെ വചാംസി വാക്കുകളെ നിബോധത കേൾക്കുവിൻ. ഞങ്ങളിതാ പറയുകയാണ്, അത് നിങ്ങൾ കേൾക്കുവിൻ. ഇതഹ ഇവിടെ നിന്ന് അവിദൂരെ വളരെ ദൂരത്തല്ലാതെ, അതായത് സമീപത്തിൽ, ചരത സഞ്ചരിക്കുന്ന കൃഷ്ണേന കൃഷ്ണനാൽ വയം ഞങ്ങൾ ഇഹ ഇവിടത്തിൽ ഈഷിത പ്രേരിപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ പ്രേരിപ്പിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. നമോ വോ വിപ്രപത്നീഭ്യോ നിബോധവചാംസിനഃ ഇതോ വിദൂരേ ചരത കൃഷ്ണേനേഹേഷിതാ വയം. ശ്ലോകം 17. ഗാചാരയൻ സ ഗോപാലൈ സ രാമോ ദൂരമാഗതഃ ബുഭിഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രദീയതാം. ഗാഹ ചാരയൻ സ ഗോപാലൈഃ സ രാമഃ ദൂരം ആഗതഃ ബുഭുക്ഷിതസ്യ തസ്യ അന്നം സാനുഗസ്യ പ്രദീയത. സഹ അവൻ കൃഷ്ണൻ ഗോപാലൈഹി ഗോപന്മാരോടും സ രാമഃ ബലരാമനോടും കൂടിയും പശുക്കളെ ചാരയൻ മേയിച്ചുകൊണ്ട് ദൂരം ഗൃഹത്തിൽ നിന്ന് ദൂരത്തെ ആഗതഃ വന്നിരിക്കുന്നു. അപ്പോൾ രാമനും കൃഷ്ണനും പശുക്കളെ മേയ്ക്കാനായി ഞങ്ങളോട് ഒരുമിച്ച് വീട്ടിൽ നിന്ന് ദൂരെ എത്തിയിരിക്കുകയാണ്.
ബുഭിഷുദസ്യ, അപ്പോൾ ഞങ്ങൾക്ക് വിശപ്പധികമാണ്, ഭക്ഷണത്തിൻ്റെ ആശയോടുകൂടിയും സാനുഗസ്യ, കൂടെ വന്നവരോടുകൂടിയും ഇരിക്കുന്ന തസ്യ, അവന് അന്നം ഭക്ഷണം പ്രതീയത നൽകപ്പെടണം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വളരെ ദൂരെയാണ്, ഞങ്ങൾക്ക് വിശപ്പുണ്ട്. അപ്പോൾ കൃഷ്ണനും ബലരാമനും ഗോപന്മാരോടും ഒന്നിച്ച് വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഭക്ഷണം തരണം എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ഗാചാരയൻ സഗോപാലൈ സരാമോ ദൂരമാഗത ബുഭുഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രദീയതാം. ശ്ലോകം 18. ശുദ്ധ്വാച്യുതം ഉപായാതം നിത്യം തദ്ദർശനോത്സുകാഃ തത്കഥാക്ഷിപ്ത മനസോ ബുഭുവുർജാത സംഭ്രമാഃ. ശുദ്ധ്വാ അച്യുതം ഉപായാതം നിത്യം തദ്ദർശന ഉത്സുകാഃ തത്കഥാക്ഷിപ്ത മനസഃ ബുഭുവുഹു ജാത സംഭ്രമാഃ. തത്കഥാക്ഷിപ്ത മനസഃ, അവൻ്റെ കഥയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും, അതായത് പത്നിമാര് ഭഗവാൻ കൃഷ്ണൻ്റെ കഥകൾ കേട്ട് ആ ലീലകൾ കീർത്തിക്കുന്നവരാണ്. അപ്പം കൃഷ്ണൻ്റെ കഥകളാൽ ആകൃഷ്ടരായവരാണ്. നിത്യം എല്ലായ്പ്പോഴും തദ്ദർശനോത്സുക, അവൻ്റെ കാഴ്ചയിൽ ഉത്സാഹമുള്ളവരായി. അപ്പം കൃഷ്ണൻ്റെ അത്ഭുത ലീലകൾ കേട്ട് ഇവർക്ക് അതിൽ വളരെയധികം താല്പര്യമുണ്ടായി. കൃഷ്ണനെ ഒരു ദിവസം കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയത് അവർ അച്യുതം, കൃഷ്ണനെ ഉപായാതം, സമീപത്തിൽ ആഗമിച്ചിരിക്കുന്നവനായിട്ട്, അപ്പം കൃഷ്ണൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ശുദ്ധ്വ, കേട്ടിട്ട് ജാതസംഭ്രമാഹ, അവർ സംഭ്രമിച്ചു, പരിഭ്രമിച്ചു. അയ്യോ, കൃഷ്ണൻ ഞങ്ങളുടെ അടുത്തുണ്ടോ? ബഭുവുഹു, ഭവിച്ചു. അവർ സംഭ്രമിച്ചവരായി ഭവിച്ചു. അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവരെന്ത് ചെയ്തു? ഇത് കേൾക്കാത്ത താമസം പെട്ടെന്ന് ഈ ഭക്ഷണങ്ങളൊക്കെ കൂടെ വിപ്രാളപ്പെട്ട് എടുക്കാൻ തുടങ്ങി. കൃഷ്ണനെ കാണണമെന്നൊരാഗ്രഹത്തോടു കൂടിയിരിക്കുന്നവർ കൃഷ്ണൻ്റെ പേര് കേട്ടതും ഭക്ഷണം വേണമെന്ന് കേട്ടതും പെട്ടെന്ന് പരിഭ്രമിച്ച് ഭക്ഷണങ്ങളെല്ലാം വേഗത്തിലെടുക്കാൻ തുടങ്ങുകയാണ്. ശുദ്ധ്വാച്യുതമുപായാതം നിത്യത്തദ്ദർശനോത്സുകാഃ തത്കഥാക്ഷിപ്ത മനസോ ബഹുവുർജാത സംഭ്രമാഃ. ശ്ലോകം 19. ചതുർവിധം ബഹോ ഗുണം അന്നമാദായ ഭാജനൈഃ അവിസസ്രുപ്രിയം സർവ സമുദ്രമിവ നിമഗ്നഃ. ചതുർവിധം ബഹുഗുണം അന്നം ആദായ ഭാജനൈഃ അഭിസസ്രുഹു പ്രിയം സർവാഹ സമുദ്രമിവ നിമഗ്നാഹ. അപ്പോൾ ഇവര് എങ്ങനെയാണ് പോയത്? സമുദ്രം ഇവ നിമഗ്നാഹ. നിമഗ്നാഹ എന്ന് വെച്ചാൽ നിമ്നാഹ, നിമഗ്നല്ല, നിമ്നഗാഹ, നിമ്നഗാഹ. സമുദ്രം ഇവ നിമ്നഗാഹ. നിമ്നഗാഹ എന്ന് വെച്ചാൽ നദികൾ. നദികൾ എങ്ങനെയാണോ സമുദ്രത്തിലേക്ക്, നദികൾ ഒഴുകുന്ന സമുദ്രത്തിലേക്ക് അങ്ങ് ഒഴുകിപ്പോവും, യാതൊരു തടസ്സമില്ലാതെ പെട്ടെന്ന് അങ്ങ് ഒഴുകിപ്പോവും. അതുപോലെയാണ് ഇവർ വിപ്രാളം കാണിച്ചത്. ഇവരെന്ത് ചെയ്തു? വളരെ കാലമായിട്ട് ഭഗവാന്റെ ഗുണങ്ങളൊക്കെ കീർത്തിച്ച് നടക്കുകയാണ്. മനസ്സിൽ ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹമുള്ള ഇവർ ഉത്തമ ശ്ലോകേ, ഉത്തമ കീർത്തിമാനായ ഭഗവതി, ഭഗവാനിൽ ദീർഘശ്രുതധൃതാശയ, ദീർഘകാല ശ്രവണം നിമിത്തം വളരെ കാലം തൊട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുകയാണ്. അപ്പോൾ ഭഗവാനിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ ധൃത ആശയ, ഭഗവാനിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ സർവാഹ, എല്ലാ സ്ത്രീകളും എന്ത് ചെയ്തു? ചതുർവിധം അന്നം ആദായ, 4 തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അതായത് എല്ലാ രസങ്ങളും ചേർന്ന ഭക്ഷണം, അല്ലെങ്കിൽ 4 വിധ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പിന്നെ ചവച്ച് കഴിക്കുന്നത്, കുടിക്കുന്നത്, പിന്നെ വിഴുങ്ങുന്നത്, പിന്നെ നാക്കുകൊണ്ട് നക്കിയുന്നത്, അത് അങ്ങനെ 4 തരത്തിലുള്ള ഭക്ഷണം എന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാ രസത്തോടു കൂടിയ 4 ഷഡ്വിധ രസത്തോടു കൂടിയ ആ ഭക്ഷണങ്ങളെ എന്ന് പറഞ്ഞാൽ യാഗത്തിന് നല്ല രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഭക്ഷണത്തെ, അതെങ്ങനത്തേതാണ്? ബഹുഗുണം, വളരെ ഗുണമുള്ളതായ
അന്നം ഭക്ഷണത്തെ ആദായ ഭാജനൈ അന്നത്തെ ഭാജന പാത്രങ്ങൾ കൊണ്ട് ആദായ പാത്രങ്ങളിൽ എടുത്തിട്ട് അവരെന്ത് ചെയ്തു? പ്രിയനെ അഭിസസ്രു ആ പ്രിയൻ്റെ നേരെ, അതായത് ഭഗവാന്റെ നേരെ ഓടിപ്പോയി. പെട്ടെന്ന് തന്നെ അവർ കേൾക്കാത്ത താമസം എല്ലാവിധ നല്ല ഭക്ഷണങ്ങളെല്ലാം പാത്രങ്ങളിലാക്കി എടുത്തുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് അഭിസസ്രുഹു പെട്ടെന്ന് ഓടി. ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനൈഹി അഭിസസ്രു പ്രിയം സർവ സമുദ്രമിവ നിമ്നഗാഹ. നദി എങ്ങനെ പെട്ടെന്ന് സമുദ്രത്തിലേക്ക് ഒഴുകി എത്തുന്നോ അതുപോലെയാണ് വേഗത്തിൽ ഇവർ ഓടിയത്. ശ്ലോകം 20. നിഷിധ്യമാനാ പതിഭിർ പ്രാതിഭിർ ബന്ധുഭി സുതൈഹി ഭഗവത്യുത്തമ ശ്ലോകേ ദീർഘശ്രുതധൃതാശയാകാം. അപ്പോൾ ഇത് ഈ രണ്ട് സെന്റൻസും കൂടെ ചേർത്ത് വരും. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ഉത്തമ ശ്ലോകൻ ആദ്യം പറഞ്ഞു. ഇവിടെയാണ് ഉത്തമ ശ്ലോകൻ്റെ ഇത് കിടക്കുന്നത്. നിഷിധ്യമാനാഹ പതിഭിഹി പ്രാതിഭിഹി ബന്ധുഭിഹി സുതൈഹി ഭഗവതി ഉത്തമ ശ്ലോകേ ദീർഘശ്രുതധൃതാശയ. ഉത്തമ ശ്ലോകനായ ഭഗവതി ഭഗവാനിൽ ദീർഘശ്രുത ധൃതാശയ ദീർഘകാലത്തെ ശ്രവണം നിമിത്തം വയ്ക്കപ്പെട്ട മനസ്സോടുകൂടി അവർ ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ പോയപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ പതിമാര് തടഞ്ഞു. ഇവിടെ യാഗം നടക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് ഓടുകയാണോ? അപ്പോൾ അവരെന്ത് ചെയ്തു? നിഷിധ്യമാനാഹ അവർ അവിടെ തടഞ്ഞു. ആരൊക്കെയാണ്? പതിഭിഹി ഭർത്താക്കന്മാർ, ഭ്രാതൃഭിഹി സഹോദരന്മാരാലും, ബന്ധുഭിഹി ബന്ധുക്കളാലും, സുതൈഹി പുത്രന്മാരാലും, നിഷിധ്യമാന നിഷേധിക്കപ്പെട്ടവരായിരുന്നിട്ടും അവരെല്ലാവരും പറഞ്ഞു ഇവിടെ യാഗം നടക്കുകയാണ്, ഇപ്പോൾ ഭക്ഷണമൊന്നും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം തടഞ്ഞു. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇവർ ഭക്ഷണം എടുത്തുകൊണ്ട് ഓടിയത്. നിഷിധ്യമാന പതിഭിർ പ്രാതിഭിർ ബന്ധുഭി സുതൈഹി ഭഗവത്യുത്തമ ശ്ലോകേ ദീർഘശ്രുത ധൃതാശയാം. ശ്ലോകം 21. യമുനോപവനേ അശോക നവപല്ലവ മണ്ഡിതേ വിചരന്തം മൃതം ഗോപൈ സാഗ്രജം ദദൃശു സ്ത്രീയഃ. യമുന ഉപവനെ അശോക നവപല്ലവ മണ്ഡിതേ വിചരന്തം വൃതം ഗോപൈഹി സാഗ്രജം ദദൃശു സ്ത്രീയ. അശോക നവപല്ലവ മണ്ഡിതേ അശോകത്തിൻ്റെ ഇളം തളിരുകളാൽ അലങ്കരിക്കപ്പെട്ട യമുനോപവനെ യമുനാ സമീപത്തുള്ള കാട്ടിൽ ഗോപൈഹി ഗോപന്മാരാൽ വൃതം ചുറ്റപ്പെട്ടും സാഗ്രജം ജ്യേഷ്ഠനോട് ചേർന്നും വിചരന്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ സ്ത്രീകൾ ദദൃശു കണ്ടു. അപ്പോൾ അവർ നോക്കിയപ്പോൾ യമുനാ തീരത്തിൽ അശോകത്തിൻ്റെ ഇളം തളിരുകളാൽ അലങ്കരിക്കപ്പെട്ട് ഗോപന്മാർ ചുറ്റപ്പെട്ട ജ്യേഷ്ഠനായ ബലരാമനോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ ആ സ്ത്രീകൾ കണ്ടു. യമുനോപവനേ അശോക നവപല്ലവ മണ്ഡിതേ വിചരന്തം മൃത ഗോപേ സാഗ്രജം ദദർശു സ്ത്രീയാം. ശ്ലോകം 22. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ ധാതുപ്രവാള നടവേഷ അനുവ്രതാംസേ വിന്യസ്തഹസ്ത ഇതരേണ ധുനാനമബ്ജം കർണോത്പലാളക കപോലമുഖാബ്ജഹാസം. അപ്പോൾ കണ്ട ഭഗവാനെ വർണ്ണിക്കുകയാണ്. വിപ്രപത്നികൾ കണ്ട ആ ഭഗവാനെ എങ്ങനെയിരിക്കും, ആ ഭഗവാന്റെ രൂപം അവർ വർണ്ണിക്കുകയാണ്. ശ്യാമനിറം, അതായത് മേഘവർണ്ണനും ഹിരണ്യപരിധിയും സ്വർണം പോലെയുള്ള വസ്ത്രം ധരിച്ച മഞ്ഞപ്പട്ടുടുത്തവൻ, വനമാല ധരിച്ച് ബർഹ മൈപ്പീലികൾ തലയിൽ ചൂടി, ബർഹ ധാതുപ്രവാള ധാതുക്കള് പ്രവാള ഇളം തളിരുകൾ ഇവ കൊണ്ട് നടവേഷ ഒരു കളിക്കാരനെ പോലെ വേഷം ധരിച്ച് അനുവ്രത അംസേ കൂടെ നടക്കുന്ന ഇഷ്ടൻ്റെ തോളിൽ വിന്യസ്തഹസ്തം വയ്ക്കപ്പെട്ട കൈയോടുകൂടി അടുത്ത കൂട്ടുകാരൻ്റെ തോളിൽ കൈ വച്ച് ഇതരേണം മറ്റേ കൈ കൊണ്ട് അബ്ജം താമരയെ ധുനാനം ചുഴറ്റിക്കൊണ്ട്. അപ്പോൾ ഒരു കൈ ഒരു കൂട്ടുകാരൻ്റെ തോളിൽ, മറ്റേ കൈയിൽ താമര
ചുഴറ്റിക്കൊണ്ട് കർണോത്പല അളക കപോല മുഖാബ്ജഹാസം, കാതുകളിൽ നീലത്താമരകളും കവിൾത്തടത്തിൽ വീണുകിടക്കുന്ന കുറുനിരകളും ചുരുണ്ട മുടികളും മുഖത്തിൽ പുഞ്ചിരിയും ഉള്ളവനുമായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഭഗവാന്റെ ആ സുന്ദര രൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നീലശ്യാമള വർണ്ണനായി മൈപ്പീലി ധരിച്ച് വനമാല ധരിച്ച് പിന്നെ ഒരു നടനെ പോലെ പൂന്തളിരുകളൊക്കെ കൊണ്ട് അലങ്കരിച്ച് ഒരു കൂട്ടുകാരൻ്റെ തോളിൽ ഒരു കൈ വച്ച് മറ്റേ കൈയിൽ താമര ചുഴറ്റിക്കൊണ്ട് സുന്ദര മുഖത്തോടുകൂടി കുറുനിരകളൊക്കെ മുഖത്ത് വീണുകിടക്കുന്നു. ഒരു പുഞ്ചിരിച്ച മുഖവുമായി നിൽക്കുന്ന സുന്ദരനായ മേഘശ്യാമ ശ്യാമവർണ്ണനെ അവർ കണ്ടു. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ താതു പ്രഭാള നടവേഷം അനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ദുനാനമബ്ജം കർണോത്പല അളക കപോല മുഖാബ്ജഹാസം. ശ്ലോകം 23. പ്രായശ്രുത പ്രിയതമോദയ കർണഭൂരൈ യസ്മിന്നിമഗ്ന മനസസ്തമഥ അക്ഷിരന്ത്രയെ അന്തപ്രവേശ്യ സുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യഥാഭിമതോ വിജഹുർനരേന്ദ്ര. പദച്ഛേദം. പ്രായഃ ശ്രുത പ്രിയ തമോദയ കർണപൂരൈഃ യസ്മിൻ നിമഗ്ന മനസ തം അഥ അക്ഷിരന്ത്രൈഃ അന്തഃ പ്രവേശ്യ സുചിരം പരിരഭ്യ താപം പ്രാജ്ഞം യഥാ അഭിമതയഃ വിജഹു നരേന്ദ്ര ഹേ രാജശ്രേഷ്ഠ, പരീക്ഷിത്തിനെ വിളിക്കുകയാണ്. പ്രായഃ ശ്രുത പ്രിയ തമോദയ കർണപൂരൈ. അതായത് ശ്രീകൃഷ്ണനെ കണ്ട ഉടനെ അവരെന്ത് ചെയ്തു? ലജ്ജ കൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ചിട്ട് ഉൾക്കണ്ണുകൊണ്ട് ആ സ്വരൂപത്തെ ആലോചിച്ചു. അപ്പോൾ ബാഹ്യഭാവന നശിച്ച വിപ്രപത്നികളുടെ മനോവൃത്തികൾ ഭഗവാനിൽ മുഴുവൻ ലയിച്ചു. അപ്പോൾ അവര് പരമഹംസന്മാർ അനുഭവിക്കുന്ന ആ ആനന്ദമാണ് ഇവിടെ അനുഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഹേ രാജശ്രേഷ്ഠ, പ്രായഃ ശ്രുത പ്രിയ തമോ ഉദയ കർണപൂരൈ. ധാരാളം കേൾക്കപ്പെട്ട പ്രിയതമൻ്റെ ഉത്കർഷങ്ങളാൽ പൂരിതങ്ങളായ കർണങ്ങളോടുകൂടിയ, അതായത് ഭഗവാനെ പറ്റി ധാരാളം ബഹുകാലം കേട്ടിട്ടുണ്ട്. തങ്ങളുടെ ആ പ്രിയതമനായിരിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങൾ വളരെ കാലം അവർ കേട്ടുകൊണ്ടിരുന്നതിനാൽ അവരുടെ കർണങ്ങൾക്ക്, ചെവികൾക്ക് സാഫല്യം സിദ്ധിച്ചിരുന്നു. അതാണ് പ്രിയതമൻ്റെ ഉത്കർഷത്താൽ പൂരിതമായ കർണങ്ങളോടുകൂടി അവർ ഭഗവാന്റെ ഈ ചരിതങ്ങൾ കേട്ട് 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 ആനന്ദിച്ച് അവരുടെ ആ ചെവിയൊക്കെ ജന്മസാഫല്യം കിട്ടിയിരുന്നു. യസ്മിൻ യാതൊരുവനിൽ നിമഗ്ന മനസ്സ, അപ്പോൾ അവരെ ലയിച്ച മനസ്സോടുകൂടിയവരായി ഭവിച്ചു. ഇപ്പോൾ ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു. മനസ്സിൽ മുഴുവൻ ആ രൂപത്തിൽ തന്നെ, ഭഗവാന്റെ രൂപത്തിൽ തന്നെ അവരുടെ മനസ്സ് മുഴുവനും ലയിച്ചു. അന്യഭാവനകളെല്ലാം നശിച്ചു. അനന്തരം തം അവനെ അക്ഷിരന്ത്രൈ നേത്രദ്വാരങ്ങളിൽ കൂടി അന്തഃ ഉള്ളിൽ പ്രവേശിച്ചിട്ട്, അപ്പം മനസ്സിൽ നേത്ര ദ്വാരത്തെ കൂടി ഉള്ളിൽ പ്രവേശിച്ചു എന്ന് വെച്ചാൽ അകത്തോട്ട് നോക്കി, കണ്ണുകളടച്ച് അകത്ത് നോക്കി കാണണം എന്നുള്ള വിചാരം. ഉള്ളിൽ ഉദിച്ച ഉടനെ കണ്ണുകൾ മിഴിക്കുകയും നേത്രദ്വാരങ്ങൾ കൂടി ആ മനോഹര രൂപത്തെ തങ്ങളുടെ ഹൃദയമാകുന്ന പള്ളിയറയിൽ പ്രവേശിപ്പിച്ചു. ഒരു നിമിഷം നോക്കിയിട്ട് പിന്നെ അവർ കണ്ടത് ഭഗവാന്റെ രൂപം മനസ്സിലാണ്. അഭിമതയ അഹംവൃത്തികൾ
പ്രാജ്ഞം യഥാ പ്രാജ്ഞൻ എന്ന പേരായ സുഷുപ്തി സാക്ഷിയായ ആത്മാവിനെ എന്ന പോലെ, അതായത് പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഭഗവാന്റെ അംശമാണ്. അതായത് നമുക്ക് 3 അവസ്ഥകളുണ്ട്: ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ. പിന്നെ വേറെ ഒരു അവസ്ഥയുണ്ട് തുരിയ. ജാഗ്രത അവസ്ഥയിലാണെങ്കിൽ ആ ഭഗവാനെ പറയുന്ന വിശ്വൻ എന്നാണ്. ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ ചൈതന്യത്തെ പറയുന്നത് വിശ്വൻ എന്നാണ്. സ്വപ്നാവസ്ഥയിൽ തൈജസൻ എന്ന് പറയും. സുഷുപ്തി അവസ്ഥയിൽ പ്രാജ്ഞൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സുഷുപ്തി ആകുമ്പോൾ എന്ത് ചെയ്യും? ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കും. സ്വപ്നം കാണുമ്പോഴാണ് മനസ്സാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ജാഗ്രത അവസ്ഥ വരുമ്പോൾ, സുഷുപ്തി അവസ്ഥ വരുമ്പോഴാണ് മനസ്സിനും പ്രവർത്തനമില്ല. സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഉറക്കത്തിലാകുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം നിലയ്ക്കും, മനസ്സും പ്രവർത്തിക്കില്ല. അപ്പം നമ്മൾ എങ്ങനെ അറിയും സുഷുപ്തി അവസ്ഥയെന്ന്? നല്ലവണ്ണം ഉറങ്ങിയിട്ട് ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, നല്ല ഉറക്കം കിട്ടി, നല്ലവണ്ണം ഉറങ്ങി എന്ന് പറയും. അതാണ് സുഷുപ്തി അവസ്ഥ, ഒന്നും അറിയാത്ത അവസ്ഥ. ആ അവസ്ഥയിലും അവിടെ ഭഗവാനുണ്ട് അതിനകത്ത്, അല്ലേ? നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഉണരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉറങ്ങി എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ പ്രവർത്തിക്കുന്ന ആ ഭഗവാനെയാണ്, ആ ചൈതന്യത്തെയാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാജ്ഞൻ എന്ന പേരായ സുഷുപ്തി സാക്ഷിയായ ആത്മാവിനെ എന്ന പോലെ സുചിരം അധിക നേരം പരിരഭ്യ ആലിംഗനം ചെയ്തിട്ട് താപം സന്താപത്തെ വിജഹു വിശേഷേണ ഉപേക്ഷിച്ചു. അവരുടെ ദുഃഖമെല്ലാം ഇല്ലാതായി. അപ്പൊ എന്ത് ദുഃഖം ഉണ്ടായിരുന്നാലും നമ്മൾ ഉറക്കത്തിലാണ്, ആ ദുഃഖം ഒന്നും അറിയില്ല, അല്ലേ? സുഷുപ്തി അവസ്ഥ വരുമ്പോഴോ ഒരു ഉറക്കവും നമ്മൾ അറിയില്ല. അപ്പം അതുപോലെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അജ്ഞാനവും, അപ്പോൾ അവിടെ അജ്ഞാന ആനന്ദം അവിടെ പ്രകാശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിലും ആനന്ദം പ്രകാശിച്ചു. സുഷുപ്തി അവസ്ഥയിൽ നല്ല ഉറക്കം കിട്ടി നമ്മളൊന്നും അറിയാത്ത പോലെ ഇവരും അതുപോലെ തന്നെ ഒന്നും അറിഞ്ഞില്ല. അവർക്ക് ആനന്ദം മാത്രം, ബ്രഹ്മാനന്ദം മാത്രം. പിന്നെ അവരെ ചുറ്റും നടക്കുന്നതാ ഒന്നും അറിഞ്ഞില്ല. അതിന് ഉദാഹരണമാണ് പ്രാജ്ഞൻ്റെ പറഞ്ഞിരിക്കുന്നത്. പ്രാജ്ഞൻ എന്നു പേരായ സുഷുപ്തി സാക്ഷിയായ ആത്മാവിനെ പോലെ. അപ്പോൾ അവിടെ വേറെ ഒരു പ്രവർത്തനവുമില്ല, ആത്മാവ് മാത്രം സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ ആനന്ദമാണ് എല്ലാവർക്കും, ഒന്നും അറിയാതെ, ഒരു ദുഃഖവും അറിയില്ല. അതുപോലെ ഇവരും ഒരു ദുഃഖവും അറിയാതെ ആ ഭഗവാനിൽ തന്നെ ലയിച്ചു നിന്നുപോയി. പ്രായശ്രുത പ്രിയ തമോദയ കർണപൂരൈ യസ്മിന്നിമഗ്ന മനസ സ്തമഥ അക്ഷിരേന്ദ്രൈ അന്തപ്രവേശ്യ സുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യഥാഭിമതയോ വിജഹുർനരേന്ദ്ര. ശ്ലോകം 24. താസ്തഥാ തെക്ത സർവാശ പ്രാപ്താത്മദൃക്ഷയാ വിജ്ഞായ അഖില ദൃക് ദൃഷ്ട പ്രാഹ പ്രഹസിതാനനഃ. താഹ തഥാ തെക്ത സർവാശയാഃ പ്രാപ്ത ആത്മദൃക്ഷയാ വിജ്ഞായ അഖില ദൃക് ദ്രഷ്ട പ്രാഹ പ്രഹസിതാനനഃ. തഥാ അപ്രകാരം തെക്ത സർവാശ ഉപേക്ഷിക്കപ്പെട്ട സർവ ആശകളോടും കൂടിയവരായി ആത്മദൃക്ഷയ തന്നെ കാണാനുള്ള ആഗ്രഹത്തോടെ പ്രാപ്ത വന്നിരിക്കുന്ന താഹ അവരെ, ആ വിപ്രപത്നിമാരെ, അഖില ദൃക് ദ്രഷ്ട എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്നവൻ ഭഗവാൻ, ആ പരബ്രഹ്മ സ്വരൂപിയായിരിക്കുന്ന കൃഷ്ണൻ, വിജ്ഞായ അറിഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ആശകളും നശിച്ചവരായി ഭഗവാനെ തന്നെ മനസ്സിലുറപ്പിച്ച് വന്നിരിക്കുന്നതായ അവരെ അറിഞ്ഞിട്ട് പ്രഹസിതാനന മന്ദഹസിച്ച മുഖത്തോടു കൂടിയവനായി പ്രാഹ അവരോട് പ്രഹർഷേണ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ മനസ്സിലായി അവരെല്ലാം ഉപേക്ഷിച്ചാണ് വന്നത്. ഭർത്താക്കന്മാരെയും ബന്ധുക്കളെയും പുത്രന്മാരെയും എല്ലാം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ
അപ്പോൾ ഭഗവാൻ നേരത്തെ ഗീതയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിച്ചാൽ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിക്ഷാമി മാ ശുചഃ. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് എന്നെ തന്നെ ശരണം പ്രാപിച്ചാൽ ഞാൻ എന്തു ചെയ്യും? നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി മോക്ഷം തരും. മാ ശുച, നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഭഗവാൻ അവരോട് പറയുകയാണ്. ഭഗവാൻ അവരിൽ സംപ്രീതനായി, അവരെല്ലാം ഭഗവാനിൽ തന്നെ അർപ്പിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായി. അവരുടെ ഹൃദയം ആനന്ദിപ്പിക്കത്തക്ക വിധത്തിൽ ഭഗവാൻ അവരോട് പറയുന്നു. അപ്പോൾ ഭഗവാൻ എന്താണ് ഇനി വിപ്രപത്നിമാരോട് പറഞ്ഞത് എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആ ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് നിർത്താം. താസ്തഥാ തെക്ത സർവാശ പ്രാപ്താത്മദിദൃക്ഷയ വിജ്ഞായ അഖില ദൃഷ്ട പ്രാഗപ്രകസിതാനനഹാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.